ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു ഡ്രീംസ് ഓഫ് ടി ജെ. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു മസാല ടീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടും കൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വേറെ പുറത്തു നിന്നുള്ള ബ്രൗൺ ഷുഗറോ അങ്ങനെ ഒന്നും തന്നെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് പാലാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി പനക്കൽക്കണ്ടമാണ് ഞാനിവിടെ ഇടുന്നത്. പനക്കൽക്കണ്ടം വളരെ ഹെൽത്തിയാണ്. അത് നമ്മുടെ വൈറ്റ് ഷുഗറിൻ്റെ യാതൊരു സൈഡ് എഫക്ട്സോ ഇതും അതിനകത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പനക്കൽക്കണ്ടമാണ് ഈ ഒരു ടീക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, മധുരത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കറുവപ്പട്ടയാണ് ഇതിലേക്ക് ഇടുന്നത്. ഇനി 2 ഏലക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 ഗ്രാമ്പൂവും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നല്ലൊരു ഫ്ലേവർ പാലിന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഞാനിവിടെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ തേയിലപ്പൊടിയാണ് ഇടുന്നത്. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ ആ മസാലയുടെ ഒരു ഫ്ലേവർ ഇതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ഫ്ലെയിം ചെറുതാക്കിയിട്ട് ഇതുപോലെ കുറച്ച് സമയം ഇതിൽ തന്നെ വെക്കാം. അപ്പോൾ അത് ഒന്ന് തിളച്ച് ആ ഒരു ഏലക്കയുടെയും കറുവപ്പട്ടയുടെയും ഗ്രാമ്പൂൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് ഈ ഒരു ചായയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഇതുപോലെ ചെറിയ ഒരു ചൂടിൽ ഇതൊന്ന് തിളപ്പിച്ച് ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ അതിലേക്ക് കിടന്ന് ചെറിയ ഒരു ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് നന്നായിട്ട് ചെറുതായിട്ട് തിളച്ച് അതിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫ്ലേവർ നമുക്ക് ഈ ടീയിൽ കിട്ടും. ഇത് വളരെ ഹെൽത്തിയാണ്. നമ്മുടെ വൈറ്റ് ഷുഗർ ഒന്നും ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. പനക്കൽക്കണ്ടമാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ നാച്ചുറലായിട്ടുള്ള എല്ലാ ഏലക്ക ആയിക്കോട്ടെ, പട്ട ആയിക്കോട്ടെ, ഗ്രാമ്പു ആയിക്കോട്ടെ, എല്ലാം നമുക്ക് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മസാല ടീയും കൂടെയാണ് കണ്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് അത് തിളച്ചിട്ടുണ്ട്. എടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഒന്നും കൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു കപ്പിൽ ഇത് അരിപ്പ വെച്ചിട്ട് നമുക്ക് ഈ ചായ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഈ അരിച്ചെടുത്തിട്ടുള്ള ചായ നമ്മൾ കുടിക്കുന്ന ആ കപ്പിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ മസാല ടീ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ്. അതുപോലെ നമുക്ക് ഹെൽത്തിയുമായിട്ടുള്ള നല്ല മസാല ടീയാണ്. നല്ല ഫ്ലേവറാണ്. ഇത് നല്ല കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.